ഓക്കെ ഓക്കെ. ലെറ്റേഴ്സ് ലേൺ എന്നുള്ള പോർഷനിൽ അതിൽ പ്രത്യേകിച്ച് പറയുന്ന ഓരോന്നിനും നമ്മൾ കൊടുക്കുന്ന വിശേഷനാണ് നമ്മൾ ലെറ്റേഴ്സ് ലേണിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന 2-3 എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ട്. ഈ വിശേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യത്തെ മനോഹരമായി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിശേഷൻ എന്ന ശബ്ദം യൂസ് ചെയ്യുന്നത്. അതായത് എ ഗുഡ് ഫ്ലവർ, അപ്പൊ അതിന്റെ വിശേഷം എന്ന് പറയുന്നത് ഗുഡ് എന്നുള്ളതാണ് വിശേഷൻ. എന്താണ്? ഗുഡ്. ഗുഡ് ഫ്ലവറിന്റെ വിശേഷനാണ് ഗുഡ്. അല്ലെങ്കിൽ അച്ഛാ, അച്ഛാ ബച്ച. അച്ഛാ ബച്ചയുടെ വിശേഷം എന്താണ്? നല്ലത് സൂചിപ്പിക്കുന്നത്. അത് അച്ഛയുടെ ഇതെന്താണ്? വിശേഷം എന്താണ്? അച്ഛ എന്നുള്ള വാക്കാണ് അതിന്റെ വിശേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ പേജ് നമ്പർ 12. പേജ് നമ്പർ 12. Okay, I will read that. Okay, नीचे दिए गए पंक्तियों में रेखांकित शब्द पढ़िए. Okay, first one. Okay, देखो कितना सुंदर फूल. देखो कितना सुंदर फूल. लाल गुलाबी पीले फूल. छोटी सी इस बगिया में रंग बिरंगी कितने फूल. എന്താണ്? देखो कितना सुंदर फूल. എന്താണ്? കണ്ടോ എത്ര മനോഹരമായ. സുന്ദർ മീൻസ് മനോഹരമായ. നോക്കൂ, നോക്കൂ എത്ര മനോഹരമായ പൂവാണ്. അപ്പൊ ഇവിടെ വിശേഷണം എന്താണ്? മനോഹരം. അതാണ് ഇവിടെ സുന്ദർ. സുന്ദർ, സുന്ദരമായ പൂവ്, അതാണ് അതിന്റെ വിശേഷൻ എന്ന് പറയുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ഒരു സാധനത്തിന്റെ കൂടെ, അതായത് ഒരു പർട്ടിക്കുലർ നൗണിന്റെ കൂടെ വേറൊരു കാര്യം ചേർക്കുന്നതാണ് വിശേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് ലൈൻ നോക്കൂ. ഓക്കെ, ലാൽ ഗുലാബി പീലെ ഫൂൽ. എന്താണ്? ലാൽ ഗുലാബി. അപ്പൊ അതിന്റെ എന്താണ്? അതിന്റെ കളറാണ്, ആ ഫൂളിന്റെ കളറാണ് സൂചിപ്പിക്കുന്നത്. ലാൽ ഗുലാബി പീലെ ഫൂൽ. വാട്ട് ഇസ് ലാൽ? വാട്ട് ഇസ് ലാൽ? റെഡ് റോസ്. റെഡ് റോസ്. ഗുലാബി മീൻസ് റോസ്. റെഡ് റോസ്. പീല യെല്ലോ. അപ്പൊ റെഡ് റോസ് യെല്ലോ ഫ്ലവർ. അതാണ് ഈ 3 കളേഴ്സ് ആണ് അതിന്റെ വിശേഷൻ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ്? These 3 colors are the വിശേഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഫ്ലവർ. അപ്പൊ ആദ്യം എന്താണ്? സുന്ദർ ഫൂൾ. എന്താണ് ആദ്യം? എന്താണ്? സുന്ദരമായ, അതായത് സുന്ദരമായ ഒരു പൂവ്. അതായത് സുന്ദർ എന്നുള്ളതാണ് ഫസ്റ്റ് ലൈനിൽ. സെക്കൻഡ് ലൈനിൽ വരുമ്പോ എങ്ങനെയാണ് വരിക? സെക്കൻഡ് ലൈനിൽ വന്നപ്പോ ലാൽ പീലെ ഗുലാബി ഫൂൽ. അതാണ് അതിന്റെ സവിശേഷത. തേർഡ് വൺ ചോട്ടി സി ഇസ് ബഗിയ മേ. ചോട്ടി സി ഇസ് ബഗിയ. വാട്ട് ഇസ് ബഗിയ? ബഗിയ എന്ന് വെച്ചാൽ എന്താ? ബഗിയ, ബഗിയ മീൻസ് ഗാർഡൻ. എഴുതി വെച്ചോളൂ കേട്ടോ, അറിയാത്തൊക്കെ. ഗാർഡൻ. ബഗിയ മീൻസ് ഗാർഡൻ. ചോട്ടി സി ഇസ് ദ ഗാർഡൻ. ചോട്ടി സി ഇസ് ബഗിയാം എന്ന് പറഞ്ഞാൽ ചെറുതായ ഈ, ചെറുത്, ചെറുതായ ഈ. ചോട്ടി സി എന്ന് പറയുന്ന ഈ എന്ന രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്താണ്? ചോട്ടി സി ഇസ് ഈ ഗാർഡൻ, സോറി ബഗിയാമേ, ഈ ചെറിയ ഗാർഡനില്. അപ്പൊ അതിന്റെ വിശേഷണം ഏതാണ്? ചോട്ടി സി എന്ന് പറയുന്നതാണ് ആ പർട്ടിക്കുലർ ഗാർഡന് കൊടുക്കുന്ന വിശേഷം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈൻ रंग बिरंग कितने फूल. रंग बिरंग എന്ന് വെച്ചാൽ എന്താ? എന്താ रंग बिरंग? ഞാൻ അന്ന് ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. रंग बिरंग, what is the meaning of रंग बिरंग? रंग बिरंग means പലതരത്തിലുള്ള കളേഴ്സ് ഉള്ള, യെസ്, കളർഫുൾ ആയിട്ടുള്ള പലതരത്തിലുള്ള കളേഴ്സ് ഉള്ള रंग बिरंग. അതാണ് പലതരത്തിലുള്ള കളേഴ്സ് ഉള്ള ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് എത്രമാത്രം रंग बिरंग ആയിട്ടുള്ള, അത് പലതരത്തിലുള്ള ഫ്ലവേഴ്സ്, ഈ ഫ്ലവേഴ്സ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ആ ഫൂലിന് അവിടെ കൊടുത്തിരിക്കുന്ന വിശേഷണം ഏതാണ്? रंग बिरंग എന്നുള്ള ആ ഒരു വിശേഷനാണ് ആ ഒരു ലൈനിന് ഫൂളിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ടോട്ടൽ ഒരു ഫൂളിന് വേണ്ടിയിട്ട് എത്ര വിശേഷനാണ് കൊടുത്തിരിക്കുന്നത്? എത്ര വിശേഷം കൊടുത്തിട്ടുണ്ട് അവിടെ? 3 എണ്ണം. യെസ്, 3 എണ്ണം. ഒന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? ഗാർഡന് വേണ്ടിയിട്ടും. ബാക്കി 3 എണ്ണം എന്താ? ഒരു പർട്ടിക്കുലർ ഫ്ലവേഴ്സിന് വേണ്ടി മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എക്സാമ്പിൾ? ഓക്കെ, നിങ്ങളുടെ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കവിതയൊക്കെ എഴുതുന്ന സമയത്ത്
നിങ്ങളോട് അതിന്റെ വിശേഷണമൊക്കെ എഴുതാൻ പറയും. ഇപ്പൊ നമ്മൾ തന്നിരിക്കുന്ന കവിതയുടെ വിശേഷണം എന്താണ് എന്ന് എഴുതാൻ പറയും. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ അതിൽ തന്നിരിക്കുന്ന എങ്ങനെയാണോ അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. नेक्स्ट, आसमान पर चंदा गोला, चिड़िया की है मीठी बोली, ये त्रिकोण है या चौरोर चौकोर, डिब्बे रखे चारों ओर, वह चंदा सा नाला है, वह नुकीला बाला है. അവിടെ എന്താ പറയുന്നത്? ആസ്മാൻ पर ചന്ദ എന്താണ്? ആസ്മാൻ മീൻസ് what is asman? What is asman? Asman means ആകാശം. യെസ്, ആകാശം. യെസ്, ആസ്മാൻ മീൻ ആകാശം. കാരണം ആകാശത്തിൽ എന്താണ്? ചന്ദ ഗോല ഹെ. എങ്ങനെയാണ്? അപ്പൊ അവിടെ തന്നിരിക്കുന്ന വിശേഷണം ഏതാണ്? ഗോല എന്നുള്ള വിശേഷനാണ്. അപ്പൊ ചന്ദ മീൻസ് വാട്ട് ഇസ് ചന്ദ? ചന്ദ മീൻസ് is it a market? ചന്ദ്രൻ. യെസ് യെസ്, ചന്ദ്രൻ എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ചന്ദ്രൻ റൗണ്ട് ആണ്. ഗോള മീൻസ് ചന്ദ്രൻ റൗണ്ട് ആണ്. ചിടിയ കെ ഹെ മീട്ടേ ബോൽ, ചിടിയ. അപ്പൊ ചിടിയക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന വിശേഷണം എന്താണ്? മീട്ട. മീട്ട ബോൾ എന്ന് പറഞ്ഞാല് മനോഹരമായ ശബ്ദം, അല്ലെങ്കിൽ സ്വീറ്റ് വോയിസ് എന്നൊക്കെ പറയുന്നതാണ് മീട്ട ബോല എന്ന് പറയുന്നത്. റിയൽ മീനിങ് ഈസ് സ്വീറ്റ് വോയിസ്. എന്താണ്? മീട്ട ബോല മീൻസ് sweet voice. Then ये त्रिकोण है या चौकोर? त्रिकोण ഇതെന്താണ്? ത്രികോണത്തിലാണോ അതോ ചൗക്കാർ? ചൗക്കാർ മീൻസ് റെക്ടാങ്കുലർ ഷേപ്പ്. ഡബ്ബേ രഖേ ചാരോ ഓർ, പലതരത്തിലുള്ള ഡബ്ബാസ്. ഡബ്ബ മീൻസ് ടിൻസ്. ടിൻസ് പലതരത്തിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, പലതരത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ത്രികോണമാണോ അതോ ചൗക്കാർ? ചൗക്കാർ മീൻസ് what? Rectangle. rectangle. ഡബ്ബേ രഖേ ചാരോ. ഡബ്ബേ, ഡബ്ബാസ് മീൻസ് ടിൻ. ടിന്ന് എല്ലായിടത്തും വെച്ചിട്ടുണ്ടല്ലോ. വ ഗന്ധാസ നാല ഹെ, വ നുക്കില ബാല ഹെ. എന്താണ്? അതെന്താണ്? വാട്ട് ഇസ് നാല? നാലാന്റെ അർത്ഥം എന്താ? നാല നാല മീൻസ് ഗട്ടർ. ഗട്ടർ അറിയാമോ? ഗട്ടർ ഗട്ടർ അറിയോ? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഗട്ടർ? റോട്ടിലെ ഗട്ടറാണ്. യെസ്, ഗന്ധാസ നാല ഹെ. അതായത് നാല മീൻസ് എന്ന് വെച്ചാല് ഗട്ടർ, പൈപ്പ് ഇടുന്നത്, അതായത് ചീത്തയായ വെള്ളങ്ങൾ പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അതിൽ പറയുന്നതാണ് ഗന്ധാസ, വഹ് ഗന്ധാസ നാല ഹെ. എന്താ ഗന്ധാസ നാല ഹെ? ഗന്ധ എന്ന് വെച്ചാൽ എന്താ? ഗന്ധ ഗന്ധ what is the meaning of ganda? What is the meaning of bura? Nail. പഴകിയത്. Yes, nail. Bura. What is the meaning of bura? ഗന്ധ മീൻസ് ചീത്തയായത്. ഗന്ധ, അച്ഛ, ഗന്ധ, അതൊക്കെ അതിന്റെ ഇതാണ്, ഓപ്പോസിറ്റ് ആണ്. അച്ഛ, ഗന്ധ, പിന്നെ വേറെ എന്തായിരുന്നു? ബുറ, അച്ഛായി, ബുറായി എന്നൊക്കെ പറയുന്ന അച്ഛ. ഗന്ധ മീൻസ് ബാഡ് തിങ്, ബാഡ്. എന്താണ്? നാല. വാട്ട് ഇസ് നാല? വാട്ട് ഐ സെഡ് നാല? നാല ഒന്നുകിൽ നമ്മൾ ഗട്ടർ എന്ന് സൂചിപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ പൈപ്പിനകത്ത് ഇട്ടിട്ട് അതിൽ കൂടെ ചീത്തവെള്ളം പോകാൻ വേണ്ടി യൂസ് ചെയ്യില്ലേ? എന്തായാലും പറയാ? what it says? കനാലാണോ മിസ്സേ? യെസ്, കനാൽ. കനാൽ അല്ല, നോട്ട് പ്യുവർ കനാൽ. നമ്മൾ ഈ യെസ്, അതെ അതെ അതെ, കലിങ്ക്. കലിങ്ക്, യെസ്, ദ കറക്റ്റ് വേർഡ് മലയാളത്തിൽ. കലിങ്ക്. ഓക്കെ, ആ ഒരു ഇതിൽ പോകാൻ വേണ്ടിയിട്ടാണ് ആ സാധനത്തിനാണ് നാല എന്ന രീതിയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നുക്ല ബാല ബാലാഹെ. എന്താണ് അത്? അതിൻ്റെതായ എന്താണ്? ശീതവെള്ളത്തിലേക്കായിട്ട് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഡു യു അണ്ടർസ്റ്റാൻഡ് ഹൗ വിശേഷണം എങ്ങനെയാ വരുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, വോ അച്ഛ ലിഖ്താ ഹെ. അതിന്റെ വിശേഷണം എന്താ? അതിന്റെ വിശേഷണം എന്താ? വോ അച്ഛ ലിഖ്താ ഹെ. അതിന്റെ വിശേഷണം എന്താ? അതിന്റെ വിശേഷണം എന്താ?
എന്താണ് ഹരിനാഥ്, എന്താ അതിന്റെ വിശേഷം? ആ ഒരു സെന്റൻസിന്റെ വിശേഷം എന്താ? അവൻ നല്ലതായിട്ട് എഴുതുന്നു. അവന്റെ വിശേഷം എന്താണ്? വോ അച്ഛാ ലിഖ്താ ഹെ എന്ന വിശേഷം എന്താ? യെസ്, വാട്ട്? നല്ലതായിട്ട്. യെസ്, അച്ഛ. അച്ഛ എന്നുള്ളതാണ് അതിന്റെ വിശേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കിക്കോ. ഓക്കെ, അപ്പൊ അവിടെ തന്നിരിക്കുന്ന ഇനി താഴെ കൊടുത്തിരിക്കുന്നത് അവിടെ ഏതെല്ലാം വിശേഷണങ്ങളാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ്. ഫൂൽക്ക് വിശേഷൻ ഹെ സുന്ദർ, ലാൽ, ഗുലാബി, പീലെ, രംഗ് ബിരംഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് വൺ എന്താണ്? ബഗിയാക്ക് വിശേഷൻ ഹെ ഛോട്ടി സി. അപ്പൊ വിശേഷം നിങ്ങൾ ഇത് എല്ലാവരും മനസ്സിലാക്കി വെക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വിശേഷം എന്ന്. വിശേഷം മനസ്സിലായി, ഇനി അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നോ. ഓക്കെ, കുറച്ച് എക്സാമ്പിൾ. എക്സാമ്പിൾ. ഓക്കെ, എക്സാമ്പിൾ അപ്പൊ എന്താ നമ്മൾ പറയാ? സുബേ സവേരെ എന്ന് പറയുന്നത്. സുബേ സവേ ചിട്ടിയ എന്താ? ചിടിയ ഗാ രഹി ഹെ. എന്താണ് ചിടിയ ഗാ രഹി? खूबसूरत फूल, खूबसूरत फूल, खूबसूरत लड़की, वो जो लड़की जा रही है. ശ്രദ്ധിച്ചേക്കണേ. जो लड़की जा रही है, अश्विन, जो लड़की जा रही है वह बहुत सुंदर लड़की है, അല്ലെങ്കിൽ बहुत सुंदर है. എന്താ അതിന്റെ വിശേഷൻ? ജോ ലടുക്കി ജാ രഹി ഹെ, ആ പോകുന്ന കുട്ടി, പെൺകുട്ടി അല്ലെങ്കിൽ ആ പോകുന്ന പെണ്ണ് വളരെ സുന്ദരിയാണ്. ജോ ലടുക്കി ജാ രഹി ഹെ വോ സുന്ദർ ഹെ. അപ്പൊ എന്താണ്? ഇപ്പൊ ഒരു പെണ്ണിനെ സൂചിപ്പിക്കുന്നതാണ് എന്താണ്? സുന്ദർ, സുന്ദരി അല്ലെ? യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, അതിന്റെ വേറെ എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരാം. ഓക്കെ, you get the idea what is it? Yeah, that's important. Okay, okay. ലാസ്റ്റ് ആ വിശേഷം എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗം നോക്കുക. ഓക്കെ, ലാസ്റ്റ് പാർട്ട് 1 2 3 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സഭി രംഗ് വിശേഷൻ ഹോത്തെ ഹെ. ഈ കൊടുത്തിരിക്കുന്ന ഒക്കെ രംഗ് വിശേഷൻ ആണ്. രംഗ് വിശേഷം എന്ന് പറഞ്ഞാൽ കളർ കൊണ്ട് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യത്തെ അതിന്റെ കളർ കൊണ്ട് വിശേഷിപ്പിക്കുന്നതാണ് രംഗ് ബിരംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൂൽക്ക് വിശേഷൻ ഹെ എന്തൊക്കെയാണ്? സുന്ദർ, സുന്ദരതാണ്, സുന്ദരമായ. ദെൻ സെക്കൻഡ് വൺ ഈസ് ലാൽ ഗുലാബി, പീല, എന്താണ്? ലാൽ ഗുലാബി, ലാൽ മീൻസ് റെഡ്, റോസ് ആൻഡ് യെല്ലോ. ആൻഡ് തേർഡ് വൺ ഈസ് രംഗ് ബിരംഗ്. രംഗ് ബിരംഗ് എന്ന് പറയുന്നത് എന്താണ്? കളർഫുൾ ആയിട്ടുള്ള, അതായത് പല നിറത്തിലുള്ളതാണ് കളർഫുൾ ആയിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ്, ഓ സോറി ഗൈസ്, എനിക്ക് സെന്റൻസ് മാറിപ്പോയി, സോറി. ഓക്കെ, ഇന്ന് ആരും പറഞ്ഞതും ഇല്ല. ഓക്കെ, തേർഡ് വിശേഷം എഴുതിയിരിക്കുന്നത് എല്ലാവരും കണ്ടോ? വിശേഷം എഴുതിയിരിക്കുന്നത് എല്ലാവരും കണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. കണ്ടവരൊക്കെ ഒന്ന് കൈവപ്പിക്ക് നോക്കട്ടെ ആരൊക്കെ കണ്ടു. പേജ് നമ്പർ 13. പേജ് നമ്പർ 13, ലാസ്റ്റ് പോർഷൻ. വിശേഷൻ. യെസ്, സഭി രംഗ് വിശേഷൻ ഹോത്തെ ഹെ. എന്താണ്? കവി കളർഫുൾ ആയിട്ട് കളർ ചേർത്ത് വിശേഷൻ കൊടുക്കുന്നതാണ്. ലാൽ, കാല, സഫേദ്, ഹര. വാട്ട് ഈസ് ലാൽ? ലാൽ ഇറ്റ് ഈസ് റെഡ്. കാല, കാല എന്താ? കാല ബ്ലാക്ക്. സഫേദ് ഈസ് white. Then hara is green. Pila yellow. Neela blue. Then baigani violet. Yes, violet. What is baigan? Yes. Then bura adi. Then other etc. Then sabi
സഭി ജമീത്തിയ ആകാർ വിശേഷൻ ഹോത്താ ഹെ. അതാണ് ആകാര വിശേഷൻ ആണ്. എന്തൊക്കെയാണ്? ഗോല. ഗോല മീൻസ് വട്ടത്തിൽ അല്ലെ? ഗോല മീൻസ് അതായത് ഒരു കാര്യത്തെ അതിന്റെ ഷേപ്പ് കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. എന്തൊക്കെയാണ്? ഗോല ഈസ് വട്ടത്തിൽ. ദെൻ ത്രികോൺ ഈസ് what is trikon? Triangle. Triangle. Okay. Chaukor? Rectangle. Lamba? Square. No. Length. നീളത്തിൽ. Okay, നീളത്തിൽ and etc. Then सभी गुण या अगुण गुण या अगुण वालों शब्द विशेषण होते हैं. എന്താണ്? ഗുണവും ഗുണമല്ലാത്ത രീതിയിലുള്ള വിശേഷണങ്ങളും ഈ നമുക്ക് ഉണ്ട്. അതായത് നല്ലതിനുള്ള വിശേഷണമുണ്ട്, ഒരു ചീത്ത കാര്യത്തെ വിശേഷിപ്പിക്കാനുള്ള വിശേഷണം ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഗന്ധ. ഗന്ധ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചീത്തയായ, ബാഡ്. സാഫ്. വാട്ട് ഈസ് സാഫ്? What is the meaning of saf? Safi. What? Saf means clear. Okay. Then meetha, sweet. Kadwa, അതിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഇതിപ്പോ തന്നിരിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അത് നോട്ട് ചെയ്യുക. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. Okay. Ganda, saaf. Ganda, saaf. Okay. Then it is meetha. Meetha means sweet. Kadwa means bitter. Kadwa, bitter. Bitter and type. Meetha, kadwa. Meetha opposite ആണ് kadwa. Meter opposite. Say കടുവയുടെ മീനിങ് എന്താ? കയ്പ്, bitter. മീട്ട മധുരം, കടുവ കയ്പാ. കടുവ കയ്പ്. അതായത് ഗന്ധ ബാഡ് അല്ലെങ്കിൽ നോട്ട് ക്ലിയർ, അൺക്ലിയർ. സാഫ് എന്ന് വെച്ചാൽ നല്ല ക്ലിയർ ആയിട്ടുള്ളത്. സാഫ് പാനി, എന്താണ്? ക്ലിയർ വാട്ടർ. സാഫ് പാനി, ക്ലിയർ വാട്ടർ. എന്താണ്? മീഠ ബോൽന, സ്വീറ്റ് വോയിസ് അല്ലെങ്കിൽ സ്വീറ്റ് ആയിട്ട് സംസാരിക്കുക. കടുവ എന്താണ്? കരേല. കരേല. കരേല എന്താ? പാവയ്ക്ക അല്ലെങ്കിൽ എന്താ? കയ്പയ്ക്ക. കടുവ എന്താ? കയ്പായതാണല്ലേ? എന്താണ്? പാവയ്ക്ക. ദെൻ കടുവ. Then Bura means it's another word of bad. Bura, bad. Acha, good. Burയുടെ opposite ആണ് acha. Burയുടെ opposite ആണ് acha. Then lamba. Lamba എന്ന് പറയുന്നത് നീളം കൂടിയത്. Lamba, നീളം കൂടിയത്. Then chota. Chota എന്ന് പറയുന്നത് ചെറുത്. അപ്പൊ ലംബയുടെ ഓപ്പോസിറ്റ് ചോട്ട. ലംബ, ചോട്ട. Then tall or short. Tall, short. Lamba is tall. Then chota is short. Fata Purana Adi etc. Fata Purana means കീറി പറഞ്ഞ എന്നൊക്കെ നമ്മൾ പറയില്ലേ? കീറി പറഞ്ഞ തുണികൾ ധരിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ? അതാണ് ഫട്ട പുരാണയുടെ റിയൽ മീനിങ്. കീറി പറഞ്ഞത്. Okay. Did you understand what is Visheshan? How to write Visheshan? Okay. Okay. Any doubts regarding this chapter? Any doubts? Any unfilled questions? Any unfilled questions? No. ഇപ്പഴാ ലിങ്കിൽ കയറിയത്. ആരായിരുന്നത്? ഹെവൻ. ഓക്കെ, ഹെവൻ. ഓക്കെ, ഹെവൻ. ഹെവന് മനസ്സിലായി. വാട്സ്ആപ്പ് ഇടാതെ.
യെസ്, നമ്മള് 12th പേജിന്റെ ലാസ്റ്റ് പോർഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലെറ്റേഴ്സ് ലേൺ എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ പറയുന്നത് വിശേഷനെ കുറിച്ചാണ്. വിശേഷൻ അതായത് ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലിസൺ എവ്രിബഡി, എല്ലാവർക്കും മനസ്സിലാവാത്തവരും ഒന്നുകൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ ഓക്കെ വിശേഷനെയാണ് സൂചിപ്പിക്കുന്നത്. വിശേഷം മീൻസ് ഒരു കാര്യത്തെ എങ്ങനെ നമ്മൾ സൂചിപ്പിക്കുന്നു. അതായത് നന്നായിട്ട് എഴുതിയതിന്റെ വിശേഷൻ എന്ന് പറയുന്നത് നന്നായി എന്നുള്ളതാണ് വിശേഷൻ. ഓക്കെ ഓക്കെ നമ്മളടുത്ത് അതിന് 2-3 എക്സാമ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ദേഖോ കിത്തന സുന്ദർ ഫൂൽ ഹൈ, സുന്ദർ ഫൂൽ ഹൈ. ദേഖോ, നോക്കൂ എത്ര മനോഹരമായ പൂവുകളാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു പൂവ് തന്നെയാണ് മനോഹരമായ പൂവ്, അതായത് സുന്ദർ ഫൂൽ എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് അതിന്റെ വിശേഷം എന്നുള്ളത്. അപ്പൊ അതിന്റെ വിശേഷം എന്താണ്? സുന്ദർ ഫൂൽ. അപ്പൊ സുന്ദർ എന്നുള്ളതാണ് അതിന്റെ വിശേഷൻ എന്ന് പറയുന്നത്, അതായത് മനോഹരമായ പൂവ്. നമുക്ക് സാധാരണ അവിടെ ഒരു പൂവുണ്ട്, രസമുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. നല്ല രസമുള്ള പൂവാണ്, അല്ലെങ്കിൽ എന്താണ് വളരെ ഭംഗിയുള്ള ഒരു പൂവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന വളരെ മനോഹരമായ പൂവാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ എന്താണ് ആ പൂവിന്റെ വിശേഷൻ എന്ന് പറയുന്നത്? ഏതാ? മനോഹരമായ പൂവ്, അതായത് സുന്ദർ ഫൂൽ എന്നുള്ളതാണ് അതിന്റെ വിശേഷൻ. അതാണ് ഒരു വിശേഷം എന്ന് പറയുന്നത്. സെക്കൻഡ് വിശേഷം എന്താണ്? അതിന്റെ കളർ യൂസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. ആ റോസ് കണ്ടോ, റോസ് ചെടി നോക്ക്, എന്തിന്റെ റെഡ് കളറിൽ നിൽക്കുന്ന അല്ലെ, റെഡ് കളറിൽ നിൽക്കുന്ന റോസ് ആണ് അവിടെ ഉള്ളത്. റോസസ് ആണ്, അല്ലെങ്കിൽ റോസാ പൂക്കളാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ ആ റോസാ പൂവിനുള്ള വിശേഷം ഏതാണ്? ബൈ കളർ ഇറ്റ് ഈസ് റെഡ്. ആ എന്താണ് റെഡ് കളറിൽ നിൽക്കുന്ന ആ നമ്മൾ ഒരു കളറിനെയോ ഒരു കാര്യത്തെയോ എന്താണ് ബൈ വേർഡ്സ് ആയിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്, നൗണിന്റെ കൂടെ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിശേഷൻ എന്ന് പറയുന്നത്. Did you get it? Where is Kevin? Did you understand? Yes. Okay. Any unfilled questions over here? I think we have. നിങ്ങൾ ഇത് ചെയ്തിരുന്നോ? Fourth question. Yes. Ashwin, can you read ചെയ്ത ക്വസ്റ്റ്യൻസ്? 4ാമത്തെ. Okay, unmute. ഈ ആക്ടിവിറ്റി 4 മിസ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാമെന്ന് മിസ് പറഞ്ഞായിരുന്നു. ആക്ടിവിറ്റി 4 നിങ്ങളോട് ചെയ്യണോന്നല്ലേ പറഞ്ഞിരുന്നത്? ആക്ടിവിറ്റി അതെ, പക്ഷെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ നമുക്ക് അത് നോക്കാം. ഓക്കെ മിസ്. യെസ്, ഹു ഈസ് ദാറ്റ്? അശ്വിൻ. പറയൂ അശ്വിൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വന്നേ. കഴിഞ്ഞ ക്ലാസ്സിൽ ലേറ്റ് ആയിട്ടാണ് വന്നത്. ഞാനല്ല, മിസ്. ഞാനോ? ഞാൻ എന്നിട്ട് വന്നില്ലായിരുന്നോ? ഞാൻ എന്നിട്ട് ഒരു ഫുൾ പീരീഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. മിസ്, ഞാനും കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല. ഈവനിങ് പീരീഡ് അല്ലേ? കഴിഞ്ഞ ഈവനിങ് പീരീഡ് ഞാൻ 4:30 വന്നിട്ട് 5 മണി വരെ ഞാൻ എടുത്തില്ലേ? എടുത്തിരുന്നു. ഓക്കെ നോക്കാം. ഓക്കെ, പഠിയെ സമझिए और लिखिए. Read, understand and write. बड़ा, बड़े. What is the meaning of बड़ा? വലുത്. Okay. बड़े, വലുതായത്.
ഓക്കെ. ബഡോ വലുതായി. വലുതാവുക അല്ലെങ്കിൽ എന്താണ് മുന്നോട്ട് പോവുക, അതൊക്കെയാണ്. ഓക്കെ. ബഡിയെ ബഡിയെ മുന്നോട്ട് നീങ്ങുക. അപ്പൊ ആകെ ബഡിയെ, ആകെ ബഡിയെ. ഓക്കെ. അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ആൻഡ് നോട്ട് ഇറ്റ് വെരി കെയർഫുൾ. എല്ലാത്തിനും വേറെ വേറെ മീനിങ്സ് ആണ് വരിക. ബഡിയെ എന്ന് പറയുന്നത് നമ്മള് ആകെ ബഡിയെന്ന് പിന്നെ നമ്മൾ റെസ്പെക്റ്റോട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ എൽഡേഴ്സിനോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ മൂത്തവരോട് സംസാരിക്കുമ്പോൾ ബഡോ എന്ന് നമ്മൾ പറയത്തില്ല. പോ എന്ന് നമ്മൾ പറയില്ലല്ലോ. പറയോ? പോകൂ എന്ന് നമ്മൾ പറയും അല്ലെ? പോകൂ, അല്ലെങ്കിൽ നടക്കൂ എന്ന് പറയും, നടന്നോളൂ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഇപ്പോ നടക്ക് എന്ന് നമ്മൾ പറയില്ല. നമ്മുടെ യങ്ങാസ് ആണെങ്കിൽ പറയും നടക്ക് എന്ന് പറയും. നമ്മുടെ അമ്മമാര് നമ്മളെ കൊണ്ടുപോകുന്നവരെ അല്ലെ, നടക്കങ്ങോട്ട്, പോ അങ്ങോട്ട് എന്ന് പറയില്ല. അപ്പൊ നിങ്ങൾ എന്താ പറയാ? നടക്കുന്ന പറയുമ്പോ നിങ്ങൾ അങ്ങോട്ട് എന്ത് പറയും? അമ്മ ഒന്ന് പോയേ, അമ്മ ഒന്ന് പോയേ, പറയല്ലേ? ആ അങ്ങനെ അവള് പറയും അല്ലെ, അമ്മ ഒന്ന് പോ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ. ബഡേം, ബഡേ എന്ന് വെച്ചാല് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് ബഡേം. ഓക്കെ. അല്ലെങ്കിൽ ബഡേം നമുക്ക് പോകാം എന്നുള്ള രീതിയിലാണ് ഒരുമിച്ച്. ഓക്കെ. ബഡേങ്കെ, ബഡേങ്കെ എന്ന് പറയുമ്പോൾ എന്താണ്? ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഫ്യൂച്ചറിൽ ഞങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് കാണിക്കും. ഇൻ ദ ഫ്യൂച്ചർ ബഡേങ്കെ എന്താണ്? ഞങ്ങൾ ബഡേങ്കെ, ഹം ബഡേങ്കെ, എന്തായാലും ഞാൻ മുന്നോട്ട് പോകുക. ബഡൂങ്കി, ബഡൂങ്കി വന്നപ്പോ എന്താണ്? ഞാൻ ഗേൾ ആയതുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് ഫീമെയിൽ ആയതുകൊണ്ട് ബഡൂങ്കി. അപ്പൊ ഒരു ബോയ് ആണെങ്കിൽ ബഡൂങ്ക അല്ലെങ്കിൽ ബഡൂങ്കെ. ഓക്കെ. ഹം ആകെ ബഡേങ്കെ, ഞങ്ങൾ മുന്നോട്ട് പോകും. ആകെ മുന്നോട്ട്, ആകെ ബഡേങ്കെ മുന്നോട്ട് പോകും. ഓക്കെ. Then it is chuk. What is chuk? Chuk, juk, juk, juk. കുനിയ അല്ലെ? juk, കുനിയ. യെസ്, സെയിം ഇറ്റ് ഈസ് കുനിയ. നമ്മള് പോയമില് നമ്മള് പഠിച്ചതാണ് കുനിയ. അപ്പൊ എന്താണ്? ജുക്കെ, ജുക്കെ, ജുക്കെ. What is the meaning of ജുക്കെ? ജുക്കെ, ജുക്കെ, സെയിം മീനിങ്. തല കുനിക്കുക, നമുക്ക് കുനിയണം, കുനിയണം എന്നാൽ ജുക്കേങ്കെ, ജുക്കെ എന്ന് പറയുന്നത് കുനിയ. അപ്പൊ സർ ജൂക്കോ, ജൂക്കോ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അടുത്ത എന്താണ്? സർ ജൂക്കോ, സർ ജൂക്കോ എന്താണ്? തല താഴ്ത്തു, താഴ്ത്തു എന്ന് പറയുന്നതാണ് സർ ജുക്കോ, തല താഴ്ത്തു. എന്താണ്? ഭഗവാൻ കെ സാമനെ, ഭഗവാൻ കെ സാമനെ സർ ജൂക്കോ, എന്താണ്? ഭഗവാന്റെ മുന്നില് തല കുനിക്കൂ എന്ന് പറയുന്നതാണ് സർ ജൂക്കോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇറ്റ് ഈസ് ജുക്കിയെ, ജുക്കിയെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് റെസ്പെക്റ്റഡ് ഫുൾ ആയിട്ട് നമ്മൾ പറയുന്നതാണ് ചെയ്യൂ. എന്താണ്? തല കുനിക്കൂ, തല കുനിക്കൂ. ഓക്കെ. ജുക്കേം, then it is ജുക്കേം എന്താണ്? തല കുനിയ. ജുക്ക, ജുക്കെ സെയിം മീനിങ്. ജുക്കിയെ മീനിങ് സെയിം മീനിങ്. ജുക്കേങ്കെ എന്താണ്? ഞങ്ങളത് തല താഴ്ത്തും. നമ്മള് സ്ട്രോങ് ആയിട്ട് പറയാനാണ്. തല താഴ്ത്തും, ജുക്കേങ്കെ. അല്ലെങ്കിൽ मैं भगवान के सामने अपना सर झुकाऊंगी. അല്ലേ? എന്റെ ഭഗവാന്റെ മുന്നില് എന്റെ തല ഞാൻ ഇപ്പോഴും കുനിക്കും. അതെന്താണ്? പ്രാർത്ഥിക്കും എന്നാണ് അതിന്റെ മീനിങ്. നെക്സ്റ്റ് ഇറ്റ് ഈസ് റുക്ക്, റുക്ക്, സോറി റുക്ക്, റുക്ക് ടു സ്റ്റോപ്പ്, നിക്ക്. റുക്കേം ഞങ്ങളിവിടെ നിക്കേ, അല്ലെങ്കിൽ എന്താണ്? ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്, ഞങ്ങളിവിടെ നിൽക്കാണ് എന്ന് പറയുന്ന രീതിയാണ് നിൽക്കാണ്. എന്താണ്? ജുക്കേം അല്ല റുക്കേ. ദെൻ റുക്കോ, നിൽക്കൂ, സ്റ്റോപ്പ്. റുക്കിയെ, നിൽക്കൂ എന്നാണ് നമ്മള് റെസ്പെക്ട്ഫുൾ ആയിട്ട് പറയുന്നത് റുക്കിയെ. ദെൻ റുക്കോ, നിക്ക്. നമ്മളോട് പറഞ്ഞല്ലോ അല്ലെ, നിക്ക് അവിടെ. റുക്കോ ഇത്, റുക്കോ ഇത്, അവിടെ നിൽക്കൂ അല്ലെങ്കിൽ അവിടെ നിൽക്ക് എന്ന് പറയുന്നത്. റുക്കേങ്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇവിടെ നിൽക്കും. You understand how it is gone? Yes. Next it is lick, എഴുത്.
then it is likho അല്ല likhe എഴുതിക്കൊണ്ടിരിക്കോ അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നതാണ് റുക്കെ അല്ല ലിഖേ. then ലിഖോ എന്ന് പറയുന്ന എഴുതു, ലിഖോ എഴുതു. Okay, note it down. This will be very useful for your writings. നിങ്ങൾ എഴുത്തൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. റുക്കോ അല്ല സോറി ലിഖോ, then it is ലിഖിയേ. എന്താണ് റെസ്പെക്ട്ഫുൾ ആയിട്ട് പറഞ്ഞ എങ്ങനെയാ? ലിഖിയേ എഴുതൂ, പ്ലീസ്. ആപ് ലിഖിയേ താങ്കൾ എഴുതൂ. then it is ലിഖിയേ ലിഖേ എന്താണ് റൈറ്റ്. then ലിഖേങ്കെ എന്താണ് ഞങ്ങൾ ഫ്യൂച്ചറിലേക്ക് ഞങ്ങൾ എഴുതും എന്നുള്ളതാണ് ലിഖേങ്കെ. ഓക്കെ. കഹ എന്താണ്? കഹ കഹേ. കഹേ എന്ന് പറയുമ്പോൾ കഹ എന്ന് പറയുക. കഹേ നിങ്ങൾ പറയൂ എന്നൊക്കെ നമ്മൾ പറയില്ലേ? തും കഹോ കഹേ കഹിയേ എന്നൊക്കെ പറയും. അപ്പൊ കഹോ എന്താണ്? നിങ്ങൾ പറയൂ, അല്ലെങ്കിൽ നിങ്ങൾ പറ എന്നാണ്. കഹിയേ നിങ്ങൾ പറയൂ, പ്ലീസ് എന്ന് പറയൂ അല്ലെ നമ്മള്, നിങ്ങൾ പറയൂ. ഓക്കെ. കഹേ സെയിം മീനിങ്. ഓക്കെ. കഹേങ്കെ എന്താണ്? ഫ്യൂച്ചറിലേക്ക് ഞങ്ങൾ പറയും. ഓക്കെ. ദിസ് ഇസ് സെയിം ലൈക്ക് യുവർ ടെൻസസ്. ഓക്കെ. Understood? Okay. So this is the end of our third chapter. Next it is our fourth chapter. The next class, sorry. In the next class, we will go through it. Okay? ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. അപ്പൊ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ, അതായത് ഈവനിങ്ങിൽ വരുമ്പോൾ, നിങ്ങൾ എന്ത് ചെയ്യണം? യു റീഡ് ആൻഡ് കം. ഇറ്റ്സ് എ വെരി സ്മോൾ വൺ. നിങ്ങൾ എന്ത് ചെയ്യണം? വായിച്ചിട്ട് വരിക. ഓക്കെ. യെസ്, നമ്മൾ വായിച്ചിട്ട് വരണം. അപ്പൊ നമുക്ക് വേഗം തീർക്കാനും നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. Okay then. Any doubt? Any doubts? No doubts. Yes. Okay. First, second, third chapters. Any doubt? No doubts. Okay. Shall we end this session? Okay. See you in the evening. Okay then. Yes, we want to ask Shanif. Yes. മിസ്സേ, Yes. തേർഡ് ചാപ്റ്ററിൽ ഒന്നും എഴുതിയിട്ടില്ല. കഴിഞ്ഞ ഈവനിങ് ഉണ്ടായിട്ടില്ല. ഈവനിങ്ങിൽ എഴുതാമെന്നോ? കഴിഞ്ഞ ഈവനിങ് ഞാൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പോ നോട്ട്സ് നോക്കിയിരുന്നോ? നോട്ട് എഴുതിയിരുന്നോ? ഞാൻ PDF ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടിരുന്നോ? Yes. Did you write that? No. Why? Complete that. By that, I will give you this. Okay. ഇതും കൂടെ ഞാൻ തരാം. Okay. Okay then. ഇപ്പൊ നമ്മുടെ മീറ്റിംഗ് കഴിയാനായി. Okay then. See you in the evening. Okay.